ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പൈസി എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. സ്പൈസി എഗ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല, കുറച്ച് സ്പൈസിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ കുരുമുളക് പൊടിയും പച്ചമുളകും മുളക് പൊടിയും എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു എഗ് റോസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്പൈസി എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയിലേക്കായിട്ട് ഒരു വലിയ തക്കാളി, 3 വലിയ സവോള എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളകും. ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ചെറിയ 2 പീസ് പട്ട, 2 ഏലക്ക, 4-5 ഗ്രാമ്പു ഇത്രയും ചേർക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കുക. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഈ സവോള നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കളറ് മാറി വരണം സവോളയുടെ, അതുവരെ നമ്മൾ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവോള കണ്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ, പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ എരിവിനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് ഗ്രേവിയുള്ള കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ തിളച്ച വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ അധികം ഗ്രേവിയുള്ള രീതിയിലല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ, ഈ പൊടികളൊന്ന് കുക്കാവാനാണ്. ഇനി എല്ലാം ചേർത്ത് ഇളക്കി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ചൂടുവെള്ളം തന്നെ ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. ചൂടുവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കറി റെഡിയാക്കേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവായിരിക്കും, എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോളയിൽ മാത്രമേ ഉപ്പ് ചേർത്തുള്ളൂ, ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മുഴുവൻ ചേർത്തിട്ടില്ല. ആ ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഉപ്പും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്ര ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മുട്ട ചേർക്കുക. ഇല്ല കുറച്ചുകൂടി ഗ്രേവി റെഡ്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോഴും മുട്ട ചേർക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ മുട്ടയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ വേണം നമുക്ക് കറി എടുക്കാനായിട്ട്. അതുകൊണ്ട് മുട്ട ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റ്. വളരെ സിമ്പിളാണ്, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമുക്ക് ആ സവോള ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയം മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സമയമായിട്ടുള്ളൂ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സവോള വഴറ്റാൻ വെച്ചിട്ട് വേറെ ജോലികൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ എഗ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പത്തിൽ കഴിയും. ഇപ്പോൾ അപ്പത്തിനാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ, ഒന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ, അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ എഗ് റോസ്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി, ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എഗ് റോസ്റ്റിൻ്റെ പരിപാടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എഗ് റോസ്റ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.